ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എന്റെ ബ്രൈഡ് കൃഷ്ണയാണ് കേട്ടോ. ആളുടെ വെഡ്ഡിംഗ് ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ടോണറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഐ ഏരിയ കൺസീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർട്ടിന്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 കളർ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ നമ്മൾ ബേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തു. ദെൻ ആളുടെ ഫേസിന് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ ഫേസിലും നെക്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. ഫേസിൽ ഉണ്ടായിരുന്ന ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കറക്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ആളുടെ ഫേസിൽ കുറച്ച് പിഗ്മെന്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ പിമ്പിൾസിന്റെ ഒരു റെഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ കറക്റ്ററും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തു. ആളുടെ കറക്റ്റ് സ്കിൻ ടോണിൽ മേക്കപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും ഹെവി ആവരുത് ബേസ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധയോടെ കറക്റ്റ് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് ബേസ് വരാതൊക്കെയാണ് ആൾക്ക് ഫൗണ്ടേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഐബ്രോസ് ആണെങ്കിലും വളരെ സെറ്റിൽ ആയിട്ട് മാത്രം ഫിൽ ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐ മേക്കപ്പ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം, ഹൈലൈറ്റിങ് ചെയ്ത് നിൽക്കണം എന്ന് ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബേസ് ആയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ആൾക്കൊരു ഗോൾഡൻ ഫിനിഷിലാണ് ഷിമ്മർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഐ ലൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഐ ലാഷസ് എല്ലാം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കോണ്ടോറിങ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നോസ് കോണ്ടോറിങ് ആണ് ചെയ്യുന്നത്. പൗഡർ കോണ്ടോറിങ് ആണ് കേട്ടോ ഞാൻ കൂടുതൽ ബ്രൈഡ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലെൻഡിങ് കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം നോസ് നല്ല രീതിയിലൊന്ന് കോണ്ടോറിങ് ചെയ്തു. പിന്നെ ചീക്ക് ചിന്നൊക്കെ നന്നായിട്ട് ഞാനൊന്ന് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ബ്ലഷ് അപ്ലൈ ചെയ്തു. വളരെ സെറ്റിലായിട്ട് മാത്രമാണ് ബ്ലഷിങ്ങും കാര്യങ്ങളും ഫേസിൽ കൊടുത്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാക്കിന്റെ പ്രൊഡക്റ്റ് ആണ്. ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് PACയുടെ ഒരു ലിപ് പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മെറൂണിഷ് റെഡ് ആണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ഷെയ്ഡ് വരുന്നത്. 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്കിന്റെ പ്രൊഡക്റ്റ് ആണ്. നല്ല ഒരു വെൽവെറ്റ് സ്മൂത്ത് ഫിനിഷിങ്ങിലാണ് ഈ ഒരു 2 ലിപ്സ്റ്റിക്കും വരുന്നത് കേട്ടോ.
പല സ്കിൻ ടൈപ്പുള്ള ബ്രൈഡ്സിന് ഞാൻ ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആകുന്ന ഒരു ഷെയ്ഡാണ്. പിഗ്മെന്റേഷന് ചില വ്യത്യാസങ്ങളൊക്കെ വരും, ഓരോരുത്തരുടെ ലിപ്പിന്റെ കളർ അനുസരിച്ച് ചേഞ്ച് ആവുമെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് സ്യൂട്ട് ആവാറുണ്ട് ഇത്. ഫൈനലി നമ്മൾ ഫിക്സിംഗ് സ്പ്രേ ആണ് അപ്ലൈ ചെയ്യുന്നത്. അർബൻ ഡെക്കയുടെ ഫിക്സിംഗ് സ്പ്രേ ആണ്. ഫുൾ ഫേസും നെക്കൊക്കെ നല്ല രീതിയിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ യൂസിങ് ദി സ്പ്രേ യു ക്യാൻ സീ ദി മാജിക്. ഭയങ്കര ഗ്ലോ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് സ്പോട്ടിൽ മനസ്സിലാവും കേട്ടോ. കൃഷ്ണക്ക് നമ്മൾ ഓൾറെഡി ഹെയർ സ്റ്റൈലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്ലവർ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ജാസ്മിൻ ഫ്ലവർ വെച്ച് മാത്രമാണ് കേട്ടോ ആൾക്ക് ഫ്ലവർ സെറ്റിംഗ് ചെയ്യുന്നത്. ഫ്ലവർ സെറ്റിങ്ങിന്റെ വീഡിയോ ചെയ്യാൻ നേരത്ത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മുല്ലപ്പൂ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ആളുടെ ഡോണറ്റിന് കറക്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ 1 മുഴോ 2 മുഴത്തിന്റെ ഒക്കെ അളവിൽ എടുക്കുക. എന്നിട്ട് ഒരു 4-5 മുഴം ഒരുമിച്ച് അങ്ങനെ ചെയ്തിട്ട് അതിന്റെ 2 എഡ്ജിലും ഓരോ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കെട്ടി നമുക്ക് ആ ഡോണറ്റിന്റെ ചുറ്റും ഇങ്ങനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് 2 സൈഡിലും പ്രോപ്പർ ആയിട്ട് ഫ്ലവർ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കൃഷ്ണയുടെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൃഷ്ണ എന്നെ ബുക്ക് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് വളരെ നീറ്റ് ആയിട്ട് സാരി ഡ്രൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ്. അതുപോലെ തന്നെ താഴത്തെ പ്ലീറ്റ്സ് ആണെങ്കിലും നല്ല ഭംഗിക്ക് നന്നായിട്ട് വിസിബിൾ ആകുന്ന രീതിയിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കൺസേൺ ഇത് തന്നെയായിരുന്നു. പിന്നെ ഗ്ലാസ് സ്കിൻ വേണോ, ഡൂയി ലുക്ക് വേണോ, അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സാരി ആൾക്ക് നല്ല നീറ്റ് ആയിട്ട് ഞാൻ ഡ്രൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള 3 മാലകളാണ് ട്ടോ ആള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഷെയ്ക്ക് ആകാതെ ആളുടെ സാരിയുടെ ഒപ്പം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണയുടെ കറക്റ്റ് സ്കിൻ ടോണിൽ ഒട്ടും ഹെവി ആകാതെ ആളുടെ കറക്റ്റ് സ്കിന്നിനോട് മാച്ച് ആയി നിൽക്കുന്ന അത്രയും അങ്ങ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ആള് ഗ്ലാസ് സ്കിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സംടൈംസ് ചിലവർക്ക് അങ്ങനെ ഗ്ലാസ് സ്കിൻ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അത് ഡൂയി ലുക്കിലേക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. ചില സ്കിന്ന് ഓൾറെഡി ഇങ്ങനെ ഓയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിൻ ടൈപ്പുകാരുണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് അവർക്ക് ഗ്ലാസ് സ്കിൻ കൊടുക്കാതെ നമുക്കൊരു ഡൂയിലൊക്കെ കുറച്ചൊരു മാറ്റിൽ ഫിനിഷ് ചെയ്തിട്ട് ഫൈനലി നമുക്കൊരു ഡൂയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവർ സ്കിൻ ടൈപ്പുമായിട്ട് ആ ഒരു മേക്കപ്പ് നല്ല കൺട്രോളിലായിട്ട് ഇരുന്നോളും. ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് ബ്രൈഡ് ചെയ്തായിരുന്നു. അതിനൊക്കെ നമ്മൾ ഷോർട്ട് ഹെയറിലാണ് ഫ്ലവർ സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ബ്രൈഡ് ഫസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോങ് ഹെയർ മതി എന്നുള്ളത്. അപ്പൊ ദാ നമ്മൾ ലോങ് ഹെയറിലാണ് ഫുൾ ഫ്ലവർ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ പോർഷനിലും ഐ തിങ്ക് ഫ്ലവർ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആക്ച്വലി നമുക്ക് കുറച്ച് സമയം കുറവായിരുന്നു, അതുകൊണ്ട് ഫാസ്റ്റിലാണ് എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരുന്നത്. കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണയുടെ ഓർണമെന്റ്സിന് സ്യൂട്ട് ആയിട്ടുള്ള ഹിപ് ചെയിന്, ചുട്ടി, മാട്ടി ഇതൊക്കെ നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ എല്ലാ ബ്രൈഡ്സിനും ഞാൻ തന്നെയാണ് കേട്ടോ ചുട്ടി, ഹിപ് ചെയിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുപ്പിച്ച് കുറെ ദിവസം വർക്ക് ആയതുകൊണ്ടിട്ട് എനിക്ക് അവരുടെ നിന്ന് നമ്മൾ കൊടുത്തുവിട്ട സാധനം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഹിപ് ചെയിനാണ് കൃഷ്ണയ്ക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന മോഡലിന്റെ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഞാൻ ഇപ്പോഴും പുതിയത് വാങ്ങിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഹിന്ദു ബ്രൈഡ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് കൂടുതലും ആ ഒരു സരസ്വതിയുടെ ആ ഒരു ഡിസൈനിലൊക്കെയാണ് വരുന്നത്. അത് എല്ലാ ബ്രൈഡ്സിനും കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട്. അവരുടെ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര സ്യൂട്ട് ആയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. കുറച്ചും കൂടെ വിഡ്ത്തൊക്കെ കുറവാണ് ഈ ഒരു ഹിപ് ചെയിന്. അപ്പോൾ കൃഷ്ണയുടെ ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്ലേസ് എവിടെയാണോ അവിടെ വന്ന് നമ്മൾ സർവീസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.